നിങ്ങളെ ഏറ്റവും വലിയ തടസ്സം നിങ്ങളുടെ സ്വന്തം ചിന്തകൾ തന്നെയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ശരിക്കും നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അനന്തമായ സാധ്യതകളെക്കുറിച്ചും അവയെ എങ്ങനെ സ്വതന്ത്രമാക്കാം എന്നതിനെക്കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ചിത്രം ഒന്നോർത്തു നോക്കൂ. ആകാശത്തുയർന്നു പറക്കേണ്ട ഒരു പരുന്ത് കോഴികളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നു. ഒരുപക്ഷേ നമ്മൾ പലരും ഈ പരുന്തിനെ പോലെയാണ്. നമ്മുടെ യഥാർത്ഥ കഴിവുകൾ എന്താണെന്ന് പോലും മറന്ന് ഒരു ചെറിയ ലോകത്ത് ഒതുങ്ങിക്കൂടുന്നു, അല്ലേ? അപ്പോ ഒരു ചോദ്യം വരാം, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മാനസികമായ കൂട്ടിൽ അകപ്പെട്ടു പോകുന്നത്? അതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്, നമ്മൾ സ്വയം തീർത്ത ഈ കൂടിനെപ്പറ്റി. ഒരു നിമിഷം ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. എനിക്കിനി മുന്നോട്ടു പോകാൻ പറ്റില്ല, എനിക്കിതിന് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരച്ചുവെച്ച് ഈ മതിലുകൾ, ഈ പരിധികളൊക്കെ ശരിക്കും ആരാണ് ഉണ്ടാക്കിയത്? സമൂഹമാണോ? അതോ നമ്മുടെ സാഹചര്യങ്ങളാണോ? സത്യം എന്താണെന്നറിയോ? ഇതിൻ്റെയൊന്നും കാരണം നമ്മുടെ വിധിയോ സാഹചര്യങ്ങളോ ഒന്നുമല്ല, നമ്മുടെ ചിന്തകൾ. അത് മാത്രമാണ്. നമുക്ക് പുറത്ത് വലിയൊരു ലോകം, അനന്തമായ സാധ്യതകൾ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് ഒരടി മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു ഭയമില്ലേ? ആ ഭയമാണ് നമ്മളെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്നത്. അപ്പോ ആ ഭയത്തിന്റെ കൂടുണ്ടല്ലോ, അത് പൊളിച്ചു പുറത്തു വരേണ്ട സമയമായി. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ വരച്ചിട്ട ആ അതിരുകളങ്ങ് മായ്ച്ചു കളയൂ. അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം തുടങ്ങുന്നത്. അപ്പോ ആ കൂട് തകർക്കാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വാ, നമുക്ക് പരിഹാരത്തിലേക്ക് കടക്കാം. നമ്മുടെ ഈ ചെറിയ ലോകത്തിനപ്പുറം ഒരു മഹാസമുദ്രം തന്നെയുണ്ട്. അതെ, അതാണ് നമ്മുടെ അടുത്ത ഭാഗം, മഹാസമുദ്രത്തിന്റെ യുക്തി. ഇതൊന്ന് നോക്കിക്കേ. ഒരു ചെറിയ സ്പൂൺ വെച്ച് ഒരു മഹാസമുദ്രത്തെ അളക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് നമ്മുടെ പല ചിന്തകളും. നമ്മുടെ കാഴ്ചപ്പാട് ആ സ്പൂൺ പോലെ ചെറുതാവുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആ വലിയ ലോകം, ആ അനന്തമായ സാധ്യതകൾ ഒന്നും കാണാൻ പറ്റാതെയാവുന്നു. ശാസ്ത്രം പോലും പറയുന്നതെന്താണെന്നറിയോ? ഈ പ്രപഞ്ചം ഓരോ നിമിഷവും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ ഓരോ കണികയിലും ഊർജ്ജമാണ്. പ്രകൃതിയിൽ ഒന്നിനും ഒരു കുറവുമില്ല. ഒരു ചെറിയ വിത്ത് വലിയൊരു മരമാവുന്നതും പുഴ പറ്റാതെ ഒഴുകുന്നതൊക്കെ അതുകൊണ്ടല്ലേ? അപ്പോ പ്രകൃതിയുടെ ഭാഗമായ നമ്മുടെ ജീവിതത്തിൽ മാത്രം എങ്ങനെയാ സാധ്യതകൾക്കൊരു കുറവുണ്ടാവുക? ചിന്തിക്കേണ്ട കാര്യമല്ലേ? അപ്പോൾ പരിഹാരം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടങ്ങ് മാറ്റിയാൽ മതി. സാധാരണ എന്താ സംഭവിക്കാറ്? ഒരു വഴി അടയുമ്പോൾ നമ്മൾ ആ അടഞ്ഞ വാതിൽ തന്നെ നോക്കി വിഷമിച്ച് നിൽക്കും. പക്ഷേ ഒരൊറ്റ തവണ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, നമുക്കായി തുറന്നു കിടക്കുന്ന ആയിരക്കണക്കിന് പുതിയ ജനലുകൾ, പുതിയ വഴികൾ കാണാൻ പറ്റും. അപ്പോൾ ഈ പുതിയ വഴികളൊക്കെ കണ്ടെത്താനുള്ള താക്കോൽ എവിടെയാ? നമ്മൾ എവിടെ പോയി തപ്പും? വേറെ എവിടെയുമല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോണത്, ഉള്ളിലെ ജ്ഞാനം. യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. നമ്മൾ ഓരോരുത്തരും അനന്തമായ ശക്തികളുടെ ഒരു കലവറയാണ്. ആത്മവിശ്വാസം എന്ന താക്കോൽ കയ്യിലുണ്ടെങ്കിൽ വിജയത്തിന്റെ ഏത് പൂട്ടും നമുക്ക് തുറക്കാം. ഓർക്കുക, നമ്മൾ ജനിച്ചത് ജയിക്കാനാണ്, തോൽക്കാനല്ല. അപ്പോൾ ഈ പറഞ്ഞ വലിയ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക? അതിന് സിമ്പിളായിട്ട് 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തത്, സാഹചര്യങ്ങളുടെ അടിമയാവുന്നത് നിർത്തുക. നമ്മൾ സാഹചര്യങ്ങളെ നിയന്ത്രിക്കണം. രണ്ടാമത്തത്, നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി, നിങ്ങളുടെ താക്കോൽ ആത്മവിശ്വാസമാണെന്ന് തിരിച്ചറിയുക. പിന്നെ മൂന്നാമത്തത്, ഈ സത്യം മനസ്സിലങ്ങ് ഉറപ്പിക്കുക: ഞാൻ തോൽക്കാൻ ജനിച്ച ആളല്ല, ജയിക്കാൻ വേണ്ടി ജനിച്ച ആളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടു. ഇനി ഇതെല്ലാം വെച്ച് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാമെന്ന് നോക്കാം, അല്ലേ? അതിനായിട്ട് അവസാനമായി നിങ്ങൾക്കുള്ളൊരു ബ്ലൂ പ്രിന്റ്, ഒരു രൂപരേഖ ഇതാ. എപ്പോഴും ഓർമ്മിക്കേണ്ട 3 കാര്യങ്ങൾ. 1. സാധ്യതകൾ ഒരിക്കലും തീരില്ല. നമ്മുടെ കാഴ്ചയാണ് ചിലപ്പോൾ മങ്ങിപ്പോകുന്നത്. 2. പഴയ ചിന്തകളും വിശ്വാസങ്ങളുമൊക്കെ വിട്ട് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറാവുക. പിന്നെ മൂന്നാമത്തത്, എല്ലാ വെല്ലുവിളിയുടെ പിന്നിലും വലിയൊരു അവസരം ഒളിഞ്ഞിരിപ്പുണ്ട്, അത് കണ്ടെത്തണം. ഇനി ഇതെല്ലാം തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്കെടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ തീരുമാനം: നിങ്ങൾ സ്വയം ഈ ഒരു ദൃഢനിശ്ചയമെടുക്കുക. ഇന്നു മുതൽ ഞാൻ പ്രശ്നങ്ങളിലല്ല, അതിന്റെ പരിഹാരങ്ങളിലാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്. ഈ ഒരു ചെറിയ ചിന്ത മതി. ഇതിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ കൊണ്ടുവരാൻ കഴിയും. പോകുന്നതിന് മുൻപ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ അനന്തമായ സാധ്യതകളിൽ വിടർന്ന് വിജയിക്കുക എന്നത് നിങ്ങളുടെ ഒരു ഓപ്ഷനല്ല, അത് നിങ്ങളുടെ ജന്മാവകാശമാണ്. നിങ്ങളുടെ ആത്മാവിന്റെ സ്വാഭാവികമായ അവസ്ഥയാണത്. അപ്പോൾ ആ അവകാശം തിരിച്ചുപിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഉള്ളിലെ ആ പരുന്തിനെ പറന്നുയരാൻ അനുവദിക്കുമോ? ഈ ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു. ചിന്തിക്കുക.